മദ്ദളകേളി, കഥാപ്രസംഗം എന്നീ അപൂർവ ഇനം രണ്ട് മത്സരങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഒരു ടീമിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം. പരിചയപ്പെടാം നമുക്ക് ആ കൊച്ചു കലാകൂട്ടുകാരെ. ഹലോ. ഹലോ, എന്റെ പേര് ബിനി മാർത്താസിനോ. ബിനി മാർത്താസിനോ. ഏത് സ്കൂളിലാ? MPMHS ചുങ്കത്തറ. ചുങ്കത്തറ. ഓക്കെ. ഇതൊക്കെ പിന്നണികളാണ്. ഓക്കെ. അപ്പോ ഏതൊക്കെ ഐറ്റങ്ങളിലാണ് പങ്കെടുത്തത്? ഞാൻ മദ്ദളംകേളിക്കും അതുപോലെ തന്നെ കഥാപ്രസംഗത്തിനും പങ്കെടുത്തു. എന്നിട്ട് എന്തായി? രണ്ടിനും ഫസ്റ്റ് അടിച്ചു. രണ്ടിനും സമ്മാനം കിട്ടി. ഓക്കെ. ഇതേ ടീം തന്നെയാണോ? അതെ, ഇതില് അനാമിക ചേച്ചി മാത്രമാണ് ഒരാള് കഥാപ്രസംഗത്തിന് വന്നത്. ബാക്കിയൊക്കെ ഒരേ ടീം. 4 പേരാണോ? അതെ, മദ്ദളത്തിന് 4 പേരാണ്. ഓക്കെ. മദ്ദളകളി എന്നായിരുന്നു? അത് 18-ാം തീയതി. 18-ാം തീയതി ആദ്യ ദിവസം. അതെ. അപ്പൊ ഇന്ന് 3-ാം ദിവസം. ഇനിയിപ്പോ 4 എന്താ? ഇനിയൊന്നുമില്ല. ഓക്കെ. അപ്പൊ 1-ാം ദിവസം 3-ാം ദിവസം 1-ാം സമ്മാനം നേടിയിരിക്കുകയാണ് അല്ലെ? ഓക്കെ. ഏത് ക്ലാസ്സിലാണ് നമ്മള്? ഞാൻ +1. ഓക്കെ. അപ്പൊ ഇതിലെ ബാക്കിയുള്ള കുട്ടികളൊക്കെയോ? ഇവര് എല്ലാരും +1, ചേച്ചി +2. അപ്പൊ നമുക്ക് എല്ലാവർക്കും വിശദമായിട്ട് പരിചയപ്പെടാം. പേര്? സാധിക. സാധിക. ഓക്കെ. ഏതായിട്ടാണ് പിന്നണി ഏതാ വായിക്കുന്നത്? ഞാന് ടൈം. അനാമിക. അനാമിക. ഹാർമോണിയം. അനന്തു. അനന്തു. തബല വായിക്കും. പാർവതി. പാർവതി. സിമ്പിൾ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പരിശീലനവും കാര്യങ്ങളൊക്കെ? അത് നമ്മള് കലോത്സവത്തിന് വേണ്ടി പഠിച്ചതാണ് ഇതൊക്കെ. പിന്നെ അതങ്ങനെ. അപ്പൊ ഈ തബലയും ഹാർമോണിയം ഒക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ നേരത്തെ പഠിക്കുന്നവരാണോ? അല്ലല്ല, ഇതിനു വേണ്ടി അവര് പഠിച്ചതാണ്. ഓ, അപ്പൊ കലോത്സവത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണല്ലേ എല്ലാരും? ഓക്കെ. അപ്പൊ ആരാണ് ഇതിന് പഠിപ്പിക്കുന്നത്? ഞങ്ങളുടെ കഥാപ്രസംഗം എനിക്ക് പറഞ്ഞു തന്നത് അങ്കമാലിയിലുള്ള നന്ദകുമാർ സാറാണ്. പിന്നെ അതിലെ പാട്ടുകളൊക്കെ പപ്പയും ഒക്കെ ചെയ്ത് സഹായിച്ചു. പപ്പ എന്ന് പറഞ്ഞാൽ സംഗീത അധ്യാപകനാണ്. അപ്പൊ അദ്ദേഹത്തെയും കൂടി ഒന്ന് പരിചയപ്പെടാം നമുക്ക്. ഓക്കെ. നമസ്കാരം. എങ്ങനെയാണ് കുട്ടികളെ പരിശീലിപ്പിക്കാൻ? കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് മദ്ദളക്കേളിയിലും ഈ കഥാപ്രസംഗം ജില്ലയിലും സ്റ്റേറ്റിലും പങ്കെടുത്തതാണ്. മോള് 2-ലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പ്രയത്നം കൊണ്ടാണ് ഇതൊക്കെ നേടിയെടുത്തത്. കുട്ടികളുടെ അശ്രാന്ത പരിശ്രമം തന്നെയാണ് പിന്നിലല്ലേ? നല്ല സന്തോഷമുണ്ട്. 2 വിഷയത്തിലും പിള്ളേരെ 2 ഗ്രൂപ്പിനെ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതിനുവേണ്ടി ആശാന്മാരുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഞങ്ങളുടെ സപ്പോർട്ടും കൂടി, സംഗീതത്തിലുള്ള സപ്പോർട്ടും എല്ലാം കൂടി ചെയ്തപ്പോൾ സ്റ്റേറ്റ് വരെ എത്തിക്കാറായി. അപ്പോ എല്ലാവരും എന്താ പറയാ, പാരന്റ്സ് എല്ലാം നല്ല സപ്പോർട്ടീവ് ആയിരിക്കും അല്ലെ? അതെ, വളരെയധികം സപ്പോർട്ടായിരുന്നു ഇതിനൊക്കെ. അപ്പോ ഈ കുട്ടികളൊക്കെ ഇത് കഴിഞ്ഞും തുടർന്നും നിങ്ങൾ കലാപരമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർ തന്നെയാണോ? ഹാർമോണിയം കാര്യമായിട്ട് പഠിക്കാൻ വിചാരിക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ എന്നാ നമുക്ക് ചെറിയൊരു പെർഫോമൻസിലേക്ക് കടന്നാലോ? ഓക്കെ. അഭിനന്ദരായ ഗുരുജനങ്ങളെ, കഥാപ്രസംഗ പരിപാടി സമാരംഭിക്കട്ടെ. ചരിത്രത്തിൽ നിന്നും തൂലികൊണ്ട് ചികഞ്ഞെടുത്ത കണ്ണീര് വീണുപുള്ളിയ കഥ. പുനപ്രവയലാറിൽ പൊരുതി മരിച്ച ആരും വിളിച്ചു പറയാതെ പോയ സ്ത്രീ ജന്മങ്ങളുടെ ദുരിത കഥ. ശ്രീ KV മോഹൻകുമാറിന്റെ ഉഷ്ണരാശി എന്ന നോവലിൽ നിന്നും കണ്ടെടുത്ത ഒരേട്. പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്നു വേട്ടപ്പട്ടികളോട് കലഹിച്ച പെണ്ണ്. ഉടയുവാനുള്ള പളുങ്കല്ലടുക്കള കരി തിന്നു തീരുവാനുള്ളതെല്ലാം പകിടക്കരുവായി പ്രണയച്ചരക്കായി ദുരിതങ്ങൾ തിന്നുവാനുള്ളതെല്ലാം മണ്ണിൽ അടരാത്ത വേരാട്ടി നിൽക്കുന്ന പെണ്ണെ കരുത്തിന്റെ പേരു നീയേ, പെണ്ണെ കരുത്തിന്റെ പേരു നീയേ. ഗംഭീരായി. കേൾക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു ആശയത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾ W വിഷൻ ചാനലിന്റെയും ഞങ്ങളുടെ എല്ലാ കലാസ്വാദകരുടെയും പേരിലും നല്ല ഭാവുകങ്ങൾ നേരുന്നു. അപ്പോ എല്ലാവരും കലാപരമായിട്ട് കൂടി ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.